സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ. റോഡ് അപകടത്തെ തുടർന്നാണ് 10 മാസം പ്രായമുള്ള കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കുഞ്ഞിന് 2 വൃക്കകൾ തിരുവനന്തപുരം SIT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്ക് നൽകും. എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്നും വൈകിട്ട് വൃക്കകളും കരളും ഹൃദയവാൽവും റോഡ് മാർഗം ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കിംസ് ആശുപത്രിയിലേക്കും ശ്രീചിത്രയിലേക്കും കൊണ്ടുവരും. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. MS വീണ, പ്രായം ചെറുതാണ്, പക്ഷേ ചെറുതല്ല ഈ ഒരു മഹാദാനം. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറുകയാണ് 10 മാസം പ്രായമുള്ള ഈ മകൾ എന്നുള്ളതാണ്. ആ മകളെയും ഒപ്പം തന്നെ മകളുടെ മാതാപിതാക്കളെയും ഒക്കെയാണ് ഇക്കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതിയാണ് കോട്ടയത്ത് വെച്ച് ഒരു വാഹനാപകടം ഉണ്ടാകുന്നത്. വാഹനാപകടത്തെ തുടർന്നാണ് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും തുടർന്ന് മാതാപിതാക്കൾ അവയവബോധത്തെ കുറിച്ച് ചിന്തിക്കുകയും ഡോക്ടർമാർ ഇക്കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്നാണ് കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യം ബിലീവേഴ്സ് ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ നടത്തിയത്. തുടർന്നാണ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ട് എത്തിച്ചത്. ഇന്ന് അമൃത ആശുപത്രിയിൽ നിന്ന് വൈകിട്ട് 6:30 കുഞ്ഞിന്റെ അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വാഹനം തിരുവനന്തപുരത്തേക്ക് എത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ കിംസ് ആശുപത്രിയിലുമാണ് അവയവങ്ങൾ എത്തിക്കുക. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന 2 രോഗികൾക്കാകും ഈ കുഞ്ഞിന്റെ അവയവങ്ങൾ എത്തുന്നതോടുകൂടി പുതുജീവൻ ലഭിക്കുക. അമൽ, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയിരിക്കുകയാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ. റോഡ് അപകടത്തെ തുടർന്നാണ് 10 മാസം പ്രായമുള്ള കുഞ്ഞിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. വിവരം നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും MS വീണ.